അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിക്കാൻ തിടുക്കമില്ല. മറ്റു കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചതിന് ശേഷം തുടർ നടപടി എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ആ പ്രതികരണം ഒന്നുകൂടി കേട്ടുവരാം. മജിസ്ട്രേറ്റിന് കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. അപേക്ഷ കൊടുത്തിട്ടില്ല. ഇല്ല, ജാമ്യാപേക്ഷ ഇന്ന് കൊടുത്തിട്ടില്ല. അതിന് പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. സ്വാഭാവികമായി ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് അത് അഭിഭാഷകന്റെ മിടുക്കായിരിക്കില്ലേ? നിലപാടാണ് തന്ത്രമുള്ളൂ. ഇതിൽ സ്വാഭാവികം നടക്കുന്നത്. നിലവിൽ 4ഓളം കേസുള്ള ആക്ക് ഇന്ന് ഞാനിപ്പം എന്റെ എല്ലാ കഴിവും സ്വാധീനം വെച്ചിട്ടും ജാമ്യം മാനിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനായെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്യാനുണ്ടാവും. എന്തിനാണ് എല്ലാ കേസിലും ജാമ്യം എടുത്ത് പുറത്തിറങ്ങിയാൽ പോരെ? AK അഭിലാഷിലേക്ക് വീണ്ടും. AK അഭിലാഷ്, അതായത് അഭിഭാഷകൻ പറയുന്നത് നേരത്തെ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ. പക്ഷേ റിമാൻഡിലായ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയിലേക്കില്ല, മറ്റു കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ച ശേഷം തുടർ നടപടി എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും അർജുന്റെ അഭിഭാഷകൻ MK ഹസൻ പറയുന്നത് ഒരു തിടുക്കവുമില്ല അർജുന് ജാമ്യം ലഭിക്കേണ്ടതിൽ. താൻ അത് മനഃപൂർവ്വം തന്നെ നിയമപരമായി തന്നെ ചെയ്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നു. കാരണം തിടുക്കമില്ല, മറ്റു കുറെ കൂടി കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ ജാമ്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്രമായി ഒറ്റയ്ക്ക് പുറത്ത് കടക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിലെ നിയമവഴികൾ തേടുകയാണ് താൻ ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതായത് എളുപ്പത്തിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോകേണ്ട, കാരണം എറണാകുളം പോലീസ് ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് വരുന്നു. വൈകിട്ടോട് കൂടി തന്നെ തിരിച്ച് അവിടെ കൊണ്ടുവരാനും കസ്റ്റഡിയിൽ വാങ്ങാനും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാനും ഒക്കെ ഒരു അത്തരത്തിലുള്ള ആസൂത്രണമായിരുന്നു നടന്നത്. പക്ഷേ അതിന് വഴങ്ങി കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കുന്ന അല്ലെങ്കിൽ ജാമ്യം എടുക്കാതിരിക്കുന്ന ഒരു നിലപാടിലേക്ക് അവർ മാറുന്നു. ഇതൊരു തന്ത്രപൂർവമായ നിലപാടാണ്. അതോടൊപ്പം തന്നെ ഇനി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഇവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഇനി മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാം. നാളെ ഇത്തരത്തിലുള്ള അപേക്ഷ നൽകാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും അതൊരു തന്ത്രപരമായ നിലപാട് തന്നെയാണ്. കണ്ണൂർ ജയിലിൽ തന്നെ അർജുൻ ആയങ്കിക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സമീപനം തന്നെയായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇനി ഇതിനെ എങ്ങനെ പോലീസ് മറികടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്ത് നിരവധി കേസുകളുണ്ട്. അത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുമായുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് അർജുന്റെ അഭിഭാഷകരും കണക്ക് കൂട്ടുന്നത്.